PSC ചോദ്യങ്ങളിടുന്ന ആ ഒരു പാറ്റേൺ അറിഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷ വളരെ എളുപ്പമാവും. ഏതെങ്കിലും ഒരു PSC നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒന്നുകിൽ റാങ്ക് ഫയൽ വാങ്ങി ഒരു സൈഡിൽ നിന്ന് പഠിച്ചു തുടങ്ങും, അല്ലെങ്കിൽ ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്തിട്ട് ആ രീതിയിൽ പഠിച്ചു തുടങ്ങും. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഓരോ വർഷവും PSCയുടെ ചോദ്യങ്ങളുടെ രീതി മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ പഠന രീതിയും മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്നും പഴയ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതായത് എന്തൊക്കെയോ പഠിക്കുന്നു, പക്ഷേ ചോദ്യങ്ങൾ വരുന്നത് ആ രീതിയിലായിരിക്കില്ല. ഒരുപാട് അപ്ഗ്രേഡഡ് ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ക്വസ്റ്റ്യൻസ് കാണുമ്പോഴായിരിക്കും നമ്മൾക്ക് ഇങ്ങനെ പഠിച്ചാൽ മതിയായിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എളുപ്പം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞേനെ എന്ന് നമ്മൾ ആ ഒരു പരീക്ഷാ ഹാളിൽ ഇരുന്ന് കരുതുന്നത് അല്ലേ. ഇപ്പോൾ അടുത്തിടെ നടന്ന PSC എക്സാംസ് എല്ലാം നോക്കിയാൽ, പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പെട്ടെന്ന് ആൻസർ കിട്ടാൻ പാടായിരിക്കും. എല്ലാ ഓപ്ഷൻസും നമ്മൾ നോക്കി അനലൈസ് ചെയ്ത ശേഷം മാത്രമേ പലപ്പോഴും നമുക്ക് ആൻസർ കിട്ടാറുള്ളൂ. ചിലതിൻ്റെ ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് മനസ്സിലാവാറില്ല. കാരണം അത് നമ്മൾ പഠിക്കുന്ന രീതിയിലെ പ്രശ്നമാണ്. നമുക്കറിയാത്ത ക്വസ്റ്റ്യൻസ് മറ്റ് പല ഉദ്യോഗാർത്ഥികൾ ശരിയാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ മാത്രം കുഴപ്പമാണ്. PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ ഒരിക്കലും ട്രഡീഷണൽ പഠന രീതി കണ്ടിന്യൂ ചെയ്യരുത്. കുറച്ചും കൂടി നിങ്ങൾ അപ്ഡേറ്റഡ് ആവുക, പുതിയ പുതിയ പഠന രീതികൾ കണ്ടെത്തുക. നമ്മളൊരു സിവിൽ സർവീസ് എക്സാമിന് പഠിക്കുന്നത് പോലെ തന്നെ പഠിക്കുക. ഒരുപാട് വായിച്ച് എന്നുവെച്ചാൽ ആവശ്യമില്ലാത്തതൊന്നും വായിച്ച് അങ്ങനെ സമയം കളയണം എന്നല്ല. ആവശ്യമുള്ള പോയിൻറ്റ്സ്, അതിനെക്കുറിച്ചുള്ള സോഴ്സസ്, കറണ്ട് അഫെയർസ് എല്ലാം നല്ല പരതി വായിക്കുക. അങ്ങനെ അതിൽ നിന്നൊരു ഐഡിയ ഉണ്ടാക്കി നമ്മൾ നോട്ട്സ് സ്വയം തയ്യാറാക്കുക. ഓരോ നോട്ട്സ് തയ്യാറാക്കുമ്പോഴും ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് എങ്ങനെയൊക്കെ വരും എന്നുകൂടി എഴുതി വയ്ക്കാം. ഒരു ക്വസ്റ്റ്യനും ഒരിക്കലും ഡയറക്റ്റ് ചോദിക്കണം എന്നില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഓപ്ഷൻസ് തന്നിട്ട് ചോദിക്കാം എന്നുള്ള രീതി നമ്മൾ തന്നെ ഓപ്ഷൻസ് ഇട്ട് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി പോകുന്നത് നല്ലതാണ്. അങ്ങനെ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കുകയാണ്, ആ ടോപ്പിക്ക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാമെന്ന് ആലോചിച്ച് സ്വന്തമായിട്ട് ചോദ്യങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ബുക്ക് നിങ്ങൾ സ്വന്തമായിട്ട് തയ്യാറാക്കുക. കമ്പൈൻ സ്റ്റഡിയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും. കാരണം നമ്മൾ കമ്പൈൻ സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ പരസ്പരം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയും ആ ഒരു പാഠഭാഗത്തു നിന്നും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന്. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു ഐഡിയ ആയിരിക്കണം എന്നില്ല നമ്മുടെ കൂടെ പഠിക്കുന്ന ആൾക്ക്. അവർക്ക് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ഐഡിയ കാണും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എപ്പോഴും തനിച്ചിരുന്ന് പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് കമ്പൈൻ സ്റ്റഡിയാണ്. കമ്പൈൻ സ്റ്റഡി ചെയ്താലും നമ്മൾ കുറച്ച് സമയം തനിച്ച് പഠിക്കണം. കംപ്ലീറ്റ്ലി കമ്പൈൻ സ്റ്റഡി ഡിപ്പെൻഡ് ചെയ്യരുത്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. ഏത് പാഠഭാഗം പഠിക്കുമ്പോഴും അതിനെക്കുറിച്ചിട്ടുള്ള പഴയ ക്വസ്റ്റ്യൻസും കൂടി നോക്കുക. ഏതൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ രീതിയിൽ ചോദ്യങ്ങൾ ഇനി ചോദിക്കില്ല, പക്ഷേ അതിനെ കണക്ട് ചെയ്ത് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും വരാം എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് സ്വയം തയ്യാറാക്കുക. ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ അടുത്തിടെ നടന്ന എല്ലാ പരീക്ഷകളുടെയും, അതായത് ഇപ്പം നിങ്ങളൊരു ഡിഗ്രി ലെവൽ എക്സാമാണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ആ +2 ലെവലിൻ്റെ ആണെങ്കിലും 10th ലെവലിൻ്റെ ആണെങ്കിലും എല്ലാം ഒന്ന് ക്വസ്റ്റ്യൻസ് ഈ ഒരു 10 വർഷത്തിനുള്ളിൽ നടന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ചിലതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരും. പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നതാണ്. അതുപോലെയുള്ള സ്റ്റഡി ടിപ്സ് ഉൾപ്പെടുത്തി ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്.